പാട്ട് പഠിക്കും. അപ്പൊ എല്ലാരും കൈയ്യൊട്ടു ആ ഒരു ഹരത്തില്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ചേരുന്നുണ്ട്. ഗൈസ്, കല്യാണ തലേന്നും കല്യാണ ദിവസവും റിസപ്ഷനും കൂടി ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ ബോർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യരുത്. അതായത് അടിച്ചു വിട്ട് കാണരുത്, ജസ്റ്റ് 2x കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കല്യാണ തലേ ദിവസം ഞാൻ നേരെ മാളിക്കൊന്ന് കണ്ടു വന്നിട്ടുണ്ടായിരുന്നു. എമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിധനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. കൊച്ചും കുഞ്ഞാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നിധനെയും കൂട്ടി നേരെ മൂത്തമ്മക്ക് പോയി. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. ഞങ്ങൾ 5 മണി ആ ഒരു ടൈമിൽ വരാനൊരു കാരണം കേട്ടോ. ഞാൻ മുൻപത്തേക്ക് വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾ സാരി എടുത്തിട്ടുള്ള റീൽസ് ഒക്കെ പ്ലാൻ ചെയ്തു. അത് തലേ ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ പ്ലാൻ ചെയ്തതാണെങ്കിൽ നമുക്ക് സമയമൊക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാനൊരു കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് നേരം വൈകി. പിന്നെ ഞങ്ങൾ സാരികളൊക്കെ സെറ്റാക്കിയിരുന്ന ടൈമിൽ ചെറിയൊരു മഴ മൂടൽ പോലെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും ആ റീൽസ് എടുക്കൽ നടക്കൂല, നമുക്കിപ്പോൾ സാരി എടുക്കണ്ട, രാത്രി സാരി ആക്കാന്നുള്ളത്. ഞങ്ങൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ജസ്റ്റ് കുറച്ച് ആൾക്കാർ സാരിയൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് റീൽസും കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ രാത്രി പല കളറായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നുണ്ടോ. ഒരു 6-7 മണിക്ക് സാരി എടുക്കാൻ നിന്നിട്ട് എൻ്റെ സാരി എടുക്കൽ കഴിഞ്ഞത് ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടോ. അത്രയും ടൈം സാരി എടുത്തുകൊണ്ട് ഓരോരുത്തർ വന്നിട്ട് മാറ്റി മാറ്റി മറിച്ച് ഇങ്ങനെ എടുത്തു തരുമായിരുന്നു. ബാക്കി എല്ലാവർക്കും സെറ്റായി, പക്ഷെ എൻ്റെ മാത്രം സെറ്റ് ആവണില്ല. ഞാൻ ആദ്യം എടുത്ത സാരിയിൽ ഞാൻ മണ്ണുള്ളതുകൊണ്ട് എനിക്ക് ഞൊറി കിട്ടണില്ല കേട്ടോ. പിന്നെ കുഞ്ഞാനുവിനെ മാളിക്കുന്ന് കയറണച്ച് അവിടുന്ന് സാരിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ എടുത്തത്. മുത്തമ്മാൻ്റെ രണ്ടാമത്തെ മകൻ ദുബായിൽ നിന്ന് വന്നാണ്ട്. അപ്പോൾ അതിൻ്റെ മുട്ടായി വിതരണമാണ്. പിന്നെ ഓൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അതിൻ്റെയും കൂടി മുട്ടായി വിതരണം ഉണ്ടായിരുന്നു. ബ്രൈഡിനെ സെറ്റാക്കി ഓളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്തിട്ടോ. പിന്നെ സ്റ്റേജിൽ കുറച്ച് നേരം ഓലെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെയായിരുന്നു. ഓൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അകത്ത് വന്നപ്പോൾ ഇവിടെ ഒരു ചർച്ചയുടെ മെയിൻ ആൾ വേറെ ആരുമല്ല, നമ്മളെ ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. ഭയങ്കര തമാശയാണ്. ആളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. നമ്മളിങ്ങനെ കൂടിയിരിക്കണ കൂട്ടത്തിലൊക്കെ ആൾ വേണം. എന്തൊരു പരിപാടിയാണെങ്കിലും ആളില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയും ആ ഒരു കുറവ് പ്രത്യേകിച്ച് അറിയുന്നുണ്ട് എന്നുള്ളത്. മൂത്തമ്മക്ക് 7 മക്കളാണ്, 6 ആൺകുട്ടികളും പിന്നെ ഒരു പെൺകുട്ടിയും. 7ാമത്തെ സന്തതിയുടെ കല്യാണമാണ് ഇന്ന് നടക്കുന്നത്. ഇനി ഇവിടെ 2 ആളും കൂടി ഉണ്ട് കല്യാണം കഴിക്കാൻ. നെക്സ്റ്റ് ഞങ്ങളെ കാത്തിരിപ്പ് ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. മോനുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മളെ ഫാമിലിയിൽ ഉണ്ടാവുന്ന കല്യാണം അതാണ്. അതായത് ഡ്രസ്സ് എടുക്കാൻ പോവുക, ഫാൻസി സാധനങ്ങൾ വാങ്ങുക, പിന്നെ ഇങ്ങനെ ഒരുങ്ങുക, ഓരോ ഒരുക്കങ്ങൾ, അതിൻ്റെ ഓരോ പരിപാടികൾ, അത് ഭയങ്കര രസമാണ്. പക്ഷെ കല്യാണയുടെ കഴിഞ്ഞോട് കൂടി ആ രസങ്ങളൊക്കെ ഒറ്റയടിക്കാണ് തീരുക. നമുക്ക് ഈ കല്യാണമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഷോപ്പിങ്ങിന് പോണത്, കസിൻസ് ഒത്തുകൂടിങ്ങാണ്ടുള്ള തലേ ദിവസത്തെ പരിപാടി, ഇതൊക്കെ ആയിരിക്കും അല്ലേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളെ കോളേജിലെ ഫ്രണ്ട്സ് ഉണ്ടോ മുട്ടിപ്പാട്ട് സെറ്റ് ചെയ്തിരിക്കണം. അപ്പം ഇനി കുറച്ച് നേരം നമുക്ക് അത് കേൾക്കാം. മുട്ടിപ്പാട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം നല്ല രീതിക്ക് തിരക്കാനായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെയാണ് ഓർത്തത് കേക്ക് ഉണ്ട് കേട്ടോ, കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത്. കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് ടേബിളിൽ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുപോയി വെച്ച ടൈമിലാണ് ഗ്രൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ടീം വന്നത് കേട്ടോ. അതായത് ഡ്രസ്സ് കൊടുന്നു കൊടുക്കാൻ അവിടെ നിന്ന് ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വരുമല്ലോ. ചെറുക്കൻ്റെ പെങ്ങളും കുട്ടികളും പിന്നെ കസിൻസും ഒക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ അനു പോയി നിൽക്കുന്നുണ്ട്, അതായത് അൻഷിത. അതിൽ ഒരാളോളം വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് നിന്ന് വർത്താനം പറയൊക്കെയുണ്ട്. അപ്പോൾ ഫുഡ് വേണ്ട, ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചായയും ബേക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീടിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഓല് വന്ന് ഹാളിൽ കയറി ഇരുന്നത്, മുന്നിലല്ല. അപ്പൊ അങ്ങനെ ഓല് ചായയും ബേക്കറിയും കഴിച്ച പോലെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പോയി. ചെറുക്കൻ്റെ വീട്ടിൽ അത്ര ദൂരമൊന്നുമില്ല, ഓലത് പ്രണയ വിവാഹമാണ്, അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഓൾക്ക് വരാനും പോകാനും ഒക്കെ എളുപ്പമാണ്. ഫാമിലിയിലെ അറേഞ്ച് മാരേജിൽ അധികം ലവ് മാരേജ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അതാ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇതാ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്.
പാട്ട് പഠിക്കും. അപ്പൊ എല്ലാരും കൈയ്യൊട്ടു ആ ഒരു ഹരത്തില്. അപ്പൊ പാട്ട് പാടാം. ഇന്നെന്താ ഒരു ഹര ഉണ്ടാവും. ഇന്ന് പാടിയ അപ്പൊ രസല്ലേ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേക്ക് ഞാനാണോ ചെയ്തതെന്നുള്ളതാവും. ഞാനല്ല ചെയ്തത്, ഞാൻ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും മോനുൻ്റെയും കൂടി വകയാണ് കേക്ക് ഞാൻ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേദിവസം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം ബീറ്റർ എൻ്റെ കയ്യിലുണ്ടായില്ല, വേറെ ആൾ കൊണ്ടുപോയിക്കേണ്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് നേരത്തെ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഇവിടേക്ക് തന്നെ വേറൊരു ഓർഡറും കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞോളം മൂന്നാമത്തെ ബ്രദറാണ് മുത്തുട്ടി. ഓൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു. അപ്പോൾ ഓൻ്റെ വൈഫ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഓർഡറും കൂടി ഞാൻ പുറത്തങ്ങോട്ട് കൊടുത്ത് ചെയ്യിപ്പിച്ചു കേട്ടോ. കേക്ക് പിന്നെ എവിടെ കട്ട് ചെയ്താലും ഫസ്റ്റ് കട്ടിങ് ആരാണോ ഓല് ചെയ്ത് കഴിഞ്ഞിട്ട് കേക്ക് എന്നെ ഏൽപ്പിക്കും. ഞാനാണ് പിന്നെ ബാക്കി എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവര് ഫാമിലി ഫോട്ടോ എടുക്കണുണ്ടത്. സുനീറ ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ എന്നെ എങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് വിതരണം ചെയ്യല്ലേ. പിന്നെ പെട്ടെന്ന് കയറി കിട്ടിയ സീറ്റിലിരുന്ന് ഫോട്ടോ എടുത്തു. പക്ഷെ അത് അടിപൊളി ഫോട്ടോ ആയിട്ടോ. ഈ ഫോട്ടോത്തോടു കൂടി ഏകദേശം ഉള്ളവരൊക്കെ തിരിച്ച് പോകലെടുത്തിട്ടോ. കാരണം കുറേ രാത്രി ആയിരുന്നു. പിന്നെ അതെൻ്റെ വലിയ മുത്തമ്മാൻ്റെ കുട്ടികളാണ് കേട്ടോ അവര്. ഓല് കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നത്, അതുകൊണ്ട് കുറച്ചധികം നേരം ഓലും ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് അവിടുന്ന് പിരിയാൻ തരണത് ഞങ്ങളാണ്. അത് പിന്നെ ഞങ്ങൾ തന്നെ ആയിരിക്കും എല്ലായിടത്തും അങ്ങനെ പിരിയല്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഓല അങ്ങനെ ഫ്രീ ആക്കി വിടല്ലേ, ഫുള്ള് ഓടി കളിച്ചല്ലേ. ഇതൊക്കെ എൻ്റെ കസിൻസിൻ്റെ കുട്ടികളാണല്ലോ. എല്ലാവരും പോയി. പിന്നെ കുറച്ച് നേരം കുട്ടികളൊപ്പം കളിച്ചിട്ടു. ആ ടൈമിലാണ് ഫൈസലിനെ പതുക്കെ അടുക്കള ഭാഗത്ത് കൊണ്ടുപോയത്. ബാഹ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്താ ചെന്ന് നോക്കിയപ്പോൾ ദാ ഇവിടെ പണി നടക്കുന്നുണ്ട്. മുന്തിരി ഇങ്ങനെ പിച്ച് ചെയ്ത് കേട്ടോ. പിറ്റേ ദിവസം ജ്യൂസിലേക്കുള്ള മുന്തിരിയാണ്. പൊട്ടിച്ചിട്ടന്നെ ഇതിങ്ങനെ ഇത്ര നേരം നിൽക്കും. എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ കുട്ടിയെ ഒരു സ്റ്റൂൾ എന്തായാലും ഇട്ടോ പുറത്തും വരും. ഇതാണ് എൻ്റെ വലിയ മൂത്തമ്മ കേട്ടോ. അധികം വീഡിയോസിലൊന്നും ഉണ്ടാവില്ല, ഗ്യാപ്പ് കിട്ടുമ്പോഴേ നമ്മൾ എടുക്കുള്ളൂ. ഉമ്മാൻ്റെ മൂത്ത ഏട്ടത്തി, ഉമ്മാക്ക് മൊത്തത്തിൽ 5 ഏട്ടത്തികളാണ് കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ അന്ന് അവിടെ എടുത്ത പണിയുണ്ട്. വെറുതെ മുന്തിരി ഒന്നും ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുത്തു, വേറെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കല്യാണ തലേ ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ദിവസമാണല്ലോ. പിന്നെ അതാ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ഒരു ഓർഡറും കൂടി ഉണ്ട് ഇവിടേക്ക് കേക്കിൻ്റെ എന്നുള്ളത്. അവൻ്റെ ബർത്ത്ഡേ ആണ്. ഇവനാണ് 3ാമത്തെ സന്തതി, മുത്തമ്മാൻ്റെ മുത്തുട്ടി എന്നറിയും. ഇവനെ പിന്നെ എല്ലാ വീഡിയോസിലും കണ്ട് പരിചയം ഉണ്ടാവും കേട്ടോ. ഞങ്ങളെല്ലാവരും നേരത്തെ സാരിയൊക്കെ മാറ്റി ഒന്ന് ഫ്രീ ആയി. പിന്നെ അതാ ബ്രൈഡ് ഈ സമയപ്പത്തേക്കും ഓളും സാരിയൊക്കെ മാറ്റി സാധാ ചുരിദാറൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം അതൊക്കെ വലിച്ചു കെട്ടിയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് തന്നെയല്ലേ. നല്ല ഭംഗി ഉണ്ടായിട്ടോ ഓളെ ഗ്രീൻ സാരിയിൽ കാണാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ ഓൻ്റെ വായിക്ക് തന്നെയാണ് വെച്ചിട്ടോ. ഞങ്ങൾ എല്ലായിടത്തും ഒരേപോലെ നടക്കാൻ പറ്റില്ലല്ലോ, ഒരു വെറൈറ്റി വേണ്ടേ ഇറങ്ങാണ്ട്. അനക്കെന്താ അവിടെ കാര്യം, എന്താ അവിടെ കയറി കുത്തിരിക്കണമെന്ന് ചോദിക്കാതെ. ഞാൻ അങ്ങനെയാണ്, അവിടെ പോയാലും ഏത് വീഡിയോ എടുക്കണത് ഞാൻ ഉണ്ടാവും. പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ഇപ്പുറത്തിരിക്കണത് ഓൻ്റെ പെങ്ങളാണ്, അതേപോലെ ഒരു പെങ്ങൾ തന്നെയാണ് ഞാനും. കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിമിലുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറലുകളും നോക്കിങ്ങാണ്ട് അത് കഴിഞ്ഞു നോക്കിയിട്ടൊരു ടീം നമ്മളെ നേരെ മുന്നിലുണ്ടാവും. അതായത് ഫ്രെയിമിലില്ലാത്ത പോലെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെതാണ്, കട്ട് ചെയ്യല. ഞാൻ എന്ത് ചെയ്തു അറിയോ, അവിടെ തന്നെ ഇരുന്നുകാണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ പെട്ടെന്ന് എടുത്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കേക്ക് കിട്ടിയില്ലടോ. ഞാനത് കട്ട് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചപ്പോഴത്തേക്കും കേക്ക് അങ്ങോട്ട് കഴിഞ്ഞു. പ്രാവശ്യം പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കട്ട് ചെയ്ത് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അത് ലാസ്റ്റ് ഞങ്ങൾ 2 ടീംസ് ഉണ്ടായത്. ഞങ്ങൾ 2 ടീമും ഒരുമിച്ചാണ് ഇറങ്ങിയത്. പിന്നെ ഓൾക്ക് കടന്നുറങ്ങണമല്ലോ. നിഷാദ് എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിമേണ് പോണെങ്കിൽ
ആണെങ്കിലും എന്നെ കൊണ്ടാക്കാൻ ബാക്കിലൊരു വണ്ടി വേണം. അത് അങ്ങനെ വന്നതാണ്. ഫൈസലും എൻ്റെ കസിനും കൂടി ഒരു ഇന്നാക്കി നേരെ പോയിട്ടോ. വന്ന് മുഖം കഴുകി നേരെ ഫോൺ എടുത്തൊന്ന് ഓണാക്കി നോക്കിയതാണ്. അപ്പോഴാണ് കള്ളിയങ്കാട്ട് നീലിയുടെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ശരിയാക്കിയിട്ടാണ് കിടന്നത്. പിന്നെ രാവിലെ വീണ്ടും ഇതന്നെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കിടന്നത്. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ മേക്കപ്പിന് ഇരുന്നിട്ടോ. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തുക്കണു. അത് ഞാൻ ലോങ് വീഡിയോയിൽ ഫുള്ളായിട്ട് ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇടണുള്ളൂ. ഞാൻ ഷോർട്ടായിട്ട് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. കൂടുതൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞിരിക്കണല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എൻ്റെ കയ്യിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എന്താണെന്നൊക്കെ. അത് വെച്ചിട്ട് ചെറിയൊരു ടച്ചപ്പ് അത്രേ ഉള്ളൂ. കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ വെറും ലിപ്സ്റ്റിക്കും ബ്ലഷും ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തിളങ്ങാൻ പറ്റൂല. പിന്നെ എല്ലാവരും നല്ല തിളങ്ങി വരുമ്പോൾ ഞാൻ മാത്രം അങ്ങനെ ആവൂലേ. ഈ ബ്ലഷ് ഇടുമ്പോൾ എനിക്ക് എപ്പോഴും അധികം ആവട്ടോ. എന്നിട്ട് ഞാൻ തുടച്ച് കളയുന്നിട്ട് വീണ്ടും ഞാൻ ബ്ലഷ് ഇടും. ഇങ്ങനെയാണ്. പിന്നെ കൺമഷി ആയിട്ട് ഞാൻ ഇടുന്നത് എൻ്റെ എന്നത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള കൺമഷിയാണോ ഡാസ്ലർ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് നൊസ്റ്റു തരുന്നൊരു കൺമഷി ആയിരിക്കും. നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു കൺമഷിയാണ്. ഞാൻ ഈ ഒരു കൺമഷി ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൺമഷി ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിലും ഒന്ന് കൂടിയതാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടോ, ഒട്ടലൊക്കെ വരും കണ്ണിന്. പിന്നെ അല്ലെങ്കിൽ നല്ല കൂടിയത് വേണം, ഒന്നെങ്കിൽ ലോക്കൽ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് അത് വേണം. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് ചെറിയ പ്രശ്നം വരും. അതേപോലെ തന്നെ കല്യാണമൊക്കെ ആയതുകൊണ്ട് കണ്ണിൻ്റെ അകത്തിടുന്ന ഒരു കൺമഷി ഞാൻ വാങ്ങിയിട്ടുണ്ടോ. ഈ ഒരു കാജൽ ഇതൊന്നും ഞാൻ വാങ്ങാറേ ഇല്ല. അപ്പം ഞാൻ വാങ്ങിക്കണു. കല്യാണമൊക്കെ അല്ലേ, പിന്നെ എൻ്റെ കണ്ണിന് പറ്റൂല വേറെ ഒന്നും. അതുകൊണ്ട് അപ്പോൾ ഇതാ ഫുൾ മേക്കപ്പ് ഏകദേശം നമ്മളത് സെറ്റ് ആയിക്കണു. ഒരു ചൂട്ടിയും കമ്മലും മാട്ടിയാണോ ചൂട്ടിയാണോ എനിക്ക് ശരിക്കും അറിയില്ല. കമ്മലൊക്കെ ഇട്ട് സെറ്റായി റെഡിയായി ഇരിക്കുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് മോന്ത എന്നാണ് സെറ്റായ പിന്നെ ഇല്ലാത്ത കോപ്രായം ഒന്നും ഉണ്ടാവില്ല. വെറുതെ കണ്ണാടിയുടെ മുന്നിലും ക്യാമറയുടെ മുന്നിലും ഇങ്ങനെ നിന്നിങ്ങാണ്ട് കോപ്രായം കാട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. കാരണം ഒന്നുമില്ല, വിഞ്ഞ ഫേസിൽ നിന്ന് വേറെ ഫേസ് കൂടെ മാറുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങിയിരിക്കണു. ഞാനും അനുമോനുമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. മീറ്റൊന്നും വരുന്നില്ല കേട്ടോ, ഇല്ല എന്ന് പറഞ്ഞു. നേരെ കച്ചേരി പറമ്പൊക്കെ വിട്ടുട്ടോ. അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണമൊക്കെ. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. മാളിക്കുന്നിക്ക് പിന്നെ പോകാൻ വേണ്ടി നിന്നില്ല, ഞങ്ങൾക്ക് എളുപ്പമാണ് ഇവിടുന്ന്. അപ്പം അങ്ങനെ നേരെ അവിടേക്ക് വിട്ടു. ഇത് ഫൈസലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. റീൽസിൻ്റെ ഒക്കെ മൂത്താപ്പന്മാരാണ്. ഞങ്ങളെത്തിയ ടൈമിൽ മോനു, നിത, സുനീറ, പാത്തു, ഷിനാജ് ഓലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അമ്മ അങ്ങനെ വലിയ ഐറ്റക്കാരൊക്കെ എത്തിയിരുന്നു. പിന്നെ മറ്റുള്ള ടീംസ് ഒന്നും എത്തിയിട്ടില്ല. എല്ലായിടത്തും നേരം വൈകണം. ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആയോ എന്നൊരു തോന്നില്ല. നേരെ ബ്രൈഡിൻ്റെ ഇത് കണ്ടു പോയത്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങിക്കണോ കേട്ടോ. ഒരുങ്ങിക്കണോന്നല്ല ഒരുക്കിക്കണോന്ന് പറയണുണ്ടോ. ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു, ആരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓളെ കൂടെ പോയി ഒരു സെൽഫിയൊക്കെ എടുത്തു. തിരക്കധികം കൂടുന്നതിന് മുന്നേ പെട്ടെന്ന് പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ അതല്ലേ ഒന്നുകൂടി നല്ല. അപ്പോൾ നമ്മളെ കുട്ടി ടീംസ് ഇവിടെ ഉണ്ട്. ഞാൻ ഓലടുത്ത് പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. ഞാൻ കുട്ടി ടീംസിലും സെറ്റാവും, തള്ളാറ ടീംസിലും സെറ്റാവും, നമ്മളെ ഏജിലും സെറ്റാവും, എല്ലായിടത്തും സെറ്റാവും കേട്ടോ. എല്ലാവർക്കും പോകുമ്പോൾ ഓല വൈബിൽ അങ്ങനെ വർത്താനം പറയും, ചിരിച്ചും കളിച്ചും ചിരിച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ രീതിയിൽ ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ലെങ്കിലും 1-2 ഫോട്ടോ എടുക്കാനൊക്കെ ഇന്നെ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോയി ഏൽപ്പിച്ചും. അപ്പം ഞാനത് എടുക്കും. ഇത് മുത്തമ്മാൻ്റെ മൂത്ത മകൻ്റെ പെൺകുട്ടികളാണോ, 2 ഒരു ആൺകുട്ടിയും കൂടി ഉണ്ട്. 2 നല്ല സുന്ദരികളാണോ, മേക്കപ്പ് ഒന്നും ഇല്ലാത്ത സുന്ദരികളാണ്. പിന്നെ അതാ ഞാൻ ചെന്നിരുന്നൊരു പ്രഹസനം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പോയി ഇരിക്കണമല്ലോ, വീഡിയോ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെറുതെ വർത്താനം പറയുന്ന മാതിരി ഇങ്ങനെ. പിന്നെ അധികം വൈകാതെ ചെറുക്കനും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു. ഓല റിസപ്ഷനും ഇന്നത്തെ ദിവസം തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓളെ വന്ന് കൊണ്ടുപോയാലല്ലേ അവിടുത്തെ പരിപാടി സെറ്റാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ അതാ ചെറുക്കൻ്റെ എൻട്രിയാണ് സ്റ്റേജിലേക്ക്. ഓനെ ഫസ്റ്റ് ടൈം കാണാം കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം കാണാന്നുള്ളൊരു ഫീലേ അല്ല. ഓനക്ക് പറ്റിയ സെറ്റാണ്. എൻ്റെ അതേ വൈബാണ്, വർത്താനത്തോട് വർത്താനം. അതായത് വെറുതെ വർത്താനം പറയാം. അപ്പം എനിക്ക് നല്ലോണം ഇഷ്ടമായി ആളെ. ഗ്യാങ്ങൊക്കെ ഒരാളും കൂടി ആയ ഒരു ഫീൽ കേട്ടോ. ലൈറ്റിൻ്റെ അടുത്തിരുന്നതുകൊണ്ട് തന്നെ നല്ല ലൈറ്റൊക്കെ മുഖത്തേക്ക് വരും. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ അസ്വാനും കുട്ടിയൊരു വീഡിയോ എടുത്തു. അസ്വ പിന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ മുന്നിലുണ്ടാവും കേട്ടോ. ഭയങ്കര രസമാണ് ഓള്. കൈയോടൊക്കെ പല ആക്ഷൻസും കാട്ടുന്നുണ്ട് കേട്ടോ. ആൾ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ നിന്നോളും. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ. ഈ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ആളിൻ്റെ തലമ്മ ഒരു ക്ലിപ്പ് കണ്ടുകൊണ്ടോ, ചെറിയ ക്ലിപ്പില്ലേ, ആ കുഞ്ഞു കുഞ്ഞു ക്രാബ് പോലെ ഉള്ളത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. കണ്ടില്ലേ, പാത്തൂനെ തൊട്ടിട്ട് അത് ചോദിച്ചു നോക്കുമോ എന്ന് പറയാണ്. ഞാനപ്പോൾ ഒന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പാത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയണം എന്നോടെന്ന്. പക്ഷെ ഞാൻ വീഡിയോ ഒന്ന് ഇങ്ങോട്ട് സൈഡാക്കിയതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ. ഫുള്ളോളം ആക്ഷൻസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ പാത്തുവിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചത്. കണ്ടില്ലേ, ചോദിച്ചു നോക്കാൻ പാത്തുവിനോട് പറയണം. അങ്ങനെ ഓളിൻ്റെ അടുത്ത് ചോദിക്കണ ക്ലിപ്പ് തരുമോ എന്നുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ ഊരി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അസ്വാക്കാൻ ഞാൻ അങ്ങനെ ഒരുപാട് കൊടുത്തിക്കണു. ഭയങ്കര രസമാണ്. ഓൽക്കത് കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാനത് ഊരി കൊടുത്തു. എനിക്കോളത് കണ്ട് ചോദിക്കണ സീനാണ് ഇഷ്ടമായത്. പക്ഷെ അത് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോയിൽ പെടാനും പറ്റിയില്ല. പിന്നെ പാത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ തന്നെ എന്നോട് ഈ ക്രാബ് ചോദിക്കാനാണ് എന്നോട് പറയുന്നത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഞാൻ ഊരി കൊടുത്തു കേട്ടോ. കഥ പറയണതിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ എൻട്രി കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ സംഭവമൊക്കെ പഴയ മോഡലാണല്ലോ. ആ ഒരു നമ്മൾ കവാടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരില്ല, അതൊക്കെ പഴയ മോഡലല്ലേ. പിന്നെ അതാ സഫ ഗോൾഡ് എടുത്ത് അവിടെ നിന്ന് സഫയുടെ ആൾക്കാർ വന്നിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഓളെ കോളേജിലെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബല്ലേ. എല്ലാവരും കോളേജിൽ എല്ലാവരും വരും കൂടും, ഭയങ്കര സെറ്റേക്കാരം. നെക്സ്റ്റ് ഫാമിലി ഫോട്ടോ ആണ്. ഫാമിലി ഫോട്ടോ എന്ന് പറയാൻ പറ്റൂല, ഞങ്ങൾ കുറച്ച്
കുറച്ച് കസിൻസ് പെണ്ണുങ്ങൾ മാത്രം നിന്നിട്ടുള്ള ഫോട്ടോ ആണ്. ഇപ്പം എന്താണെന്നറിയില്ല, വടക്ക് കേട്ട ചെറുക്കന്മാരൊന്നും ഫോട്ടോസിന് വരുന്നില്ല കേട്ടോ. എന്താണെന്ന് കൊണ്ട് മനസ്സിലാവണില്ല. ഫാമിലിയുടെ പഴയ വൈബൊക്കെ കൊണ്ട് പോയ പോലെ. കാരണം വെറും ടൂറ് ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടൂറ് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി പെട്ടെന്ന് കൂടുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ഫാമിലി മൊത്തം കൂടുക, അങ്ങനെയൊക്കെ ഒരു പരിപാടി. ഇപ്പോൾ ആ വൈബൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടോ. ചെറുക്കന്മാരോട് പോയി പണി വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കയറി ഇന്ന് ഫോട്ടോ എടുത്തിന് ഇറങ്ങി. ദമ്മി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറമൊക്കെ ആയിട്ട് കസിൻസ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ദം റൈസും ചിക്കൻ കടായി ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞങ്ങൾ കുടിൽക്കലിൻ്റെ ഫുഡിൻ്റെ പോലെയൊന്നുമല്ല. ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ഫുഡ് വളരെ മോശമായിരുന്നു. അപ്പോൾ അതേ ഫുഡാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വാപ്പട്ടിനോട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ടോ, ഈ ഓൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഇപ്പോൾ എനിക്ക് കല്യാണം കൂടാൻ പറ്റിയെന്നോ, വന്ന ടൈമിൽ ഒരു കല്യാണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാ ചെറുക്കന്മാരെല്ലാവരും ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്ടോ. എല്ലാ ടീംസും ഇപ്പോഴാണ് ഇരിക്കുന്നത്. ഓലെല്ലാവരും വിളമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആക്കിയേക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഓൽക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഇപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാലക്കാട് നിന്ന് ജാസിന്റെ ഫാമിലി വന്നിരുന്നുണ്ടോ. സിസ്റ്റർ മിൻസി വന്നിരുന്നു, പിന്നെ ബ്രദർ ഇച്ചു വന്നിരുന്നു, ജാസിന്റെ അത്തയും വന്നിരുന്നു, അതായത് ഉപ്പ വന്നിരുന്നു. ഓല് മൂന്നാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കുറെ ദൂരം ആയതുകൊണ്ട് തന്നെ വേറെ ആരും വന്നിട്ടുണ്ടായില്ല. ജാസിനാണ് ഇങ്ങനത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണോ. അങ്ങനെ കൂടുന്നത് ഫാമിലി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും ജാസിന് കൂടാൻ പറ്റിയിട്ടില്ലെങ്കിലും ജാസിന്റെ സിസ്റ്ററും ഉപ്പയും പിന്നെ ബ്രദറും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞോള് ഇറങ്ങാനായപ്പോഴത്തേക്കും ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ സങ്കടമൊക്കെ വിരൽ തുടത്തിന്നുണ്ടോ. പിന്നെ ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ കയറുന്ന പോലെ ഇപ്പൊക്കെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആണത് ഒരു ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടുള്ള ഒരു സങ്കടം ഉണ്ടാവില്ലേ. ഇടക്ക് പൊട്ടുക, ഇടക്ക് ഇങ്ങനെ ഉള്ളിൽ തന്നെ ചിരിയും വരും, കരച്ചിൽ വരും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇതാണ് ഓലെ ഫാമിലി. ഇതിൽ 1-2 ആൾക്കാർ മിസ്സാണ് കേട്ടോ. ഓരോരുത്തരെ കിട്ടുമ്പോൾ ഓരോരുത്തരെ കിട്ടൂല. ഫാമിലി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ എപ്പോഴും അങ്ങനെ കാരണം ഞങ്ങൾ മാളിക്കുന്നിൽ മോൻ്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു. ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടൂല. പിന്നെ ലാസ്റ്റ് AI വെച്ചിട്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടോ ആളെ കിട്ടേണ്ട അവസ്ഥ. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ കൂടി എടുത്തിട്ടോ. അതോടുകൂടി ഫോട്ടോ പരിപാടി കഴിഞ്ഞു. പിന്നെ അതാ യാത്രയപ്പാണ്. യാത്രയപ്പിൻ്റെ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആള് നല്ല കരച്ചിലായിരുന്നു ഇറങ്ങുന്ന ടൈമിൽ. അത് പിന്നെ ഉറപ്പല്ലേ, സ്റ്റേജിലിരുന്നിട്ട് തന്നെ ആള് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കരയാതിരിക്കൂലല്ലോ. ഇവർ ഇറങ്ങുന്ന ടൈമിൽ ഈ കരയുമ്പോൾ ശരിക്കും കണ്ടു നിൽക്കുന്നവർക്ക് കൂടി കരച്ച് വരുന്നത്. ശരിക്കും ഞങ്ങളൊക്കെ കരഞ്ഞിരുന്നു കേട്ടോ. എല്ലാവരുടെ കൂടിയൊക്കെ കരഞ്ഞിരുന്നു. ഇതോളെ മൂത്ത ബ്രദറാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് എല്ലാവർക്കും കരച്ചിൽ വന്നിരുന്നു. ഓളെ കരച്ചിലും സങ്കടമൊക്കെ കണ്ടിട്ട്. പക്ഷെ ഞാനൊക്കെ ചിരിച്ചിട്ടോ ഇറങ്ങിപ്പോയിന്ന്. പുതിയ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഞാനൊക്കെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ ടാറ്റൊക്കെ കടിയിട്ടാ പോയിന്ന്. ഇവിടെ എന്തിനാ കരയണേന്നാവോ. ഇവിടുന്ന് അപ്പുറത്ത് കണ്ടോ പോണത്. കാരണം അത്രയും അടുത്താണ്, 1 കിലോമീറ്റർ പോലും തെച്ചില്ല. എല്ലാവരെയും നിന്നും വെറൈറ്റി ആയിട്ടാണ് മുത്തൂട്ടി യാത്ര അയച്ചത് കേട്ടോ. എത്ര കിലോമീറ്റർ? 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. എല്ലാവരും കരയാണ് കേട്ടോ. എനിക്കിങ്ങനെ കരച്ചിൽ റീൽസിൽ കണ്ടാലും കൂടി ഞാൻ കരയും. അപ്പോൾ പിന്നെ കരയായിരിക്കും. എന്തായാലും കരച്ചിലും യാത്രയപ്പോൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും പുറത്തിറങ്ങി ഫോട്ടോസ് എടുക്കലോ. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. യൂട്യൂബിൽ ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഡ്രസ്സ് ഏതാ ഫുൾ ഫോട്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു. ഡ്രസ്സ് റെൻ്റാണോ, എൻ്റെ കസിൻ്റെ ഡ്രസ്സാണ്, ലിങ്ക് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റൊക്കെ കണ്ടു. അപ്പോൾ ലിങ്ക് ഒന്നുമില്ല. റെൻ്റെന്ന് പറഞ്ഞാൽ ഓസിക്കുള്ള റെൻ്റാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ള 2 ഡ്രസ്സാണ് എടുത്തത്. എനിക്ക് ഹെവി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഷിനാജിൻ്റെ കല്യാണത്തിനും മോൻ്റെ കല്യാണത്തിനും എടുത്തത് ഇപ്പോഴും അവിടെ അതേപോലെ ഇരിക്കുകയാണ്. ആ 2 ഡ്രസ്സും ഞാൻ ജസ്റ്റ് റെൻറ്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഞാൻ ആ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് പറയാം കേട്ടോ. ഓഡിറ്റോറിയത്തിനും ലാസ്റ്റ് ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. ഉമ്മപ്പാനിപ്പം വരാൻ പറഞ്ഞു. പിന്നെ സുനീർ നിധി മോനും ഓല അങ്ങനെ പോയി. അനുമോനും ഓല കൂടെ കയറിട്ടോ. ഞാനും ഷോ നേരെ കോട്ടാപ്പാടത്തേക്കാണ് പോയത്. ഇവിടുന്ന് ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ചെറുക്കൻ്റെ വീട്ടിലെ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ പെരുമ്പടാരിമുള്ള നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിലാണ്. ഷിനാജിൻ്റെ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിലാണ്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡൊക്കെ ബാക്കി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം 4 മണിക്ക് റിസപ്ഷനൊക്കെ അല്ലേ. വീട്ടിലെത്തി കുറച്ച് ഫുഡ് ഞങ്ങൾക്ക് മാറ്റി വെച്ച് ബാക്കി തറവാട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഓല് കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ. അങ്ങനെ അത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്ത് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ നേരെ അടുത്ത ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആവലെടുത്തി. മേക്കപ്പ് ഒന്നും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. കാരണം കുറച്ച് ടൈമുള്ള നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചക്ക് ചെയ്തമാര് ഡാർക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ഒന്ന് ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു ഡ്രസ്സാണ്ടോ ഞാൻ രണ്ടാമത്തെ എടുത്തിട്ടുള്ള ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് എവിടേക്കോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അതാ ഞാൻ മാളിക്കുന്നിലേക്ക് വന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇവരെയും കൂടിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഓഡിറ്റോറിയത്തേക്ക് പോയത്. കാരണം പെണ്ണിൻ്റെ അവിടെ നിന്ന് മൂത്തമാൻ ടീംസ് വന്നാലല്ലേ നമുക്ക് ഒന്നിച്ച് ഓഡിറ്റോറിയത്തിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആരും എത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ മാളിക്കുന്നിലേക്ക് വീട്ടിൽ വന്നു. പിന്നെ എല്ലാവരും വന്നിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കയറിയത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി. ഫസ്റ്റ് ഞങ്ങൾ ഓളെടുത്ത് ഓടിയിട്ട് വെൽക്കം ഡ്രിങ്കും കൂടി കുടിച്ചാതെ ഞങ്ങൾ നേരെ ഓളെടുത്ത് പോയി. ഓളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഈ ഹാപ്പിയായി നിൽക്കുന്ന സമയത്തും ആൾ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ സന്തോഷം കൊണ്ടൊരു കണ്ണീരുണ്ടാവില്ല, അതേന്നുണ്ടോ. പിന്നെ ഓനും ഭയങ്കര കമ്പനിയാണ്. ഓളെ കണ്ട് വർത്താനം പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്നത്. പൈനാപ്പിളും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എവിടെ പോയാലും പൈനാപ്പിളാണ് എടുക്കൽ. എനിക്കതാണ് ഒന്നുകൂടി ഇഷ്ടം. പിന്നെ തണുപ്പ് കുടിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സൗണ്ട് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഈറയുണ്ടോ. ഞാൻ പറയും എന്തായാലും അങ്ങനെയായി പിന്നെ എന്തായാലും
കുടിക്കുക എന്നറിയും. മോനും നീതിയും കുറച്ച് വൈകിട്ട് ഓല് കസിൻസിനെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഓല് വന്ന ടൈമിൽ തന്നെയാണ് സൈനമീറ്റൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഞാത്ത് കയറി. അത്യാവശ്യം അടിപൊളി പരിപാടിയുണ്ട് റിസപ്ഷന്. പക്ഷേ എൻട്രി ഞങ്ങൾ കണ്ടില്ല. കറക്റ്റ് 5 മണി ആ ഒരു ടൈമിൽ ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഓലെ ഫാമിലി നമ്മളെ ഫാമിലിയൊക്കെ മാറി മാറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ടീംസ് ഫുള്ള് ചെറുക്കൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഓല അവിടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മെറൂൺ ആയിരുന്നു. മെറൂൺ ഡ്രസ് കോഡൊക്കെ കണ്ടപ്പം പഴയ ഡ്രസ് കോഡ് ചർച്ചയും കല്യാണമൊക്കെ മനസ്സൊക്കെ വന്ന് ഓർമ്മ വന്നുണ്ട്. പിന്നെ അവിടെ കളിച്ച ഏകദേശ പാട്ടുകൾ ഫുള്ള് നമ്മൾ ഡാൻസ് കളിച്ചിരുന്നത് നമ്മൾ പഠിച്ചിരുന്നതായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കയറി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. വയറിൽ സ്ഥലമൊന്നും ഉണ്ടായില്ല, കാരണം അവിടുന്ന് കഴിച്ച അധികം നേരമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ സുർബിയാനിയും ചിക്കനുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ഉണ്ടായിരുന്നോ, ഞാൻ സുർബിയാനി എടുത്ത്. അവിടുന്ന് ബിരിയാണി കഴിച്ചതുകൊണ്ട് അവിടുന്ന് ബിരിയാണി അല്ല ദം റൈസ് കഴിച്ചാലേ. അപ്പോൾ എന്തായാലും ഞാൻ മറന്നു, അവിടുന്ന് അത് കഴിച്ചതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഒരു വെറൈറ്റി എടുത്തു. പിന്നെ ഡാൻസിൻ്റെ കാര്യം, കുട്ടികൾ കളിച്ച ഒട്ടുമിക്ക ഡാൻസും ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ കളിച്ചതായിട്ടുള്ള പാട്ടുകളിൽ നിന്ന് കേട്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഇത് നമുക്കുണ്ടാവില്ല. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മകളൊക്കെ, അപ്പോൾ അതിങ്ങനെ ഓർമ്മ വന്നു. നമ്മളിങ്ങനെ പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും കളിച്ചതും എല്ലാം കൂടെ ഓർമ്മ വന്നു. മെഹറുബ പിന്നെ നമ്മൾ കളിച്ച ഏകദേശ പാട്ടുകളൊക്കെ പോലും അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കളിക്കണമുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ് കോഡും സംഭവം കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് പരിപാടികളുണ്ട്. ഇതിൻ്റെ പൊന്നോ ചർച്ചകളും ഗ്രൂപ്പും അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഡ്രസ് കോഡേ വേണ്ടാന്ന് തോന്നും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു ഫംഗ്ഷൻ അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ, ഒരു കല്യാണം അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഡ്രസ് കോഡ് വേണം. അതുണ്ടെങ്കിലുള്ളൂ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തീമിൽ ചെയ്യണം, ലൈറ്റ് കളേഴ്സ് ഫുള്ള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കേട്ടോ ഇത് കണ്ടതുപോലെ സേവ് ദ ഡേറ്റിന് എടുത്ത ഫോട്ടോ ആണ്. അതൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കണു. പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. ഞാൻ ഡ്രസ്സിൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞില്ലേ, അത് ഈ ഒരു നൃത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രസ്സിനുള്ള കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത്. ഈ ഒരു ഫോട്ടോത്തിലാണ് എനിക്ക് ശരിക്കും ആ ഒരു ഡ്രസ്സിൻ്റെ ബോറ് മനസ്സിലായത്. കഴുത്ത് ഇങ്ങനെ കയറി നിൽക്കണ പോലെ, പിന്നെ ഷോൾ നമ്മൾ കൈ പിടിക്കണ മാതിരി പിടിച്ചതും ഇല്ല കേട്ടോ. പക്ഷേ ആ ഒരൊറ്റ ഫോട്ടോ കാരണം എനിക്ക് ഡ്രസ്സ് അങ്ങോട്ട് വെറുത്തു. ആ ഫോട്ടോ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ യാത്ര പറയാനുണ്ടോ സ്റ്റേജിൽ കയറിയത്. അപ്പോൾ രണ്ടാളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇപ്പോഴും ഞങ്ങൾ ലാസ്റ്റാണ് പോണത്, നോക്കണ്ട. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെ അങ്ങോട്ട് നിന്നാണ് ടൈം പോയിട്ട്. പിന്നെ എല്ലാവരും പോയി, നിഷാവും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് കോട്ടാപ്പാടത്തേക്ക് വന്നു. ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെറുക്കൻ്റെ വീട്ടിൽ ഒന്ന് പോകണം എന്നുള്ളത്. പക്ഷെ പിന്നെ ഞങ്ങൾ വേണ്ട, അഞ്ഞോലിക്ക് ക്ഷീണം കാരണം പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയില്ല കേട്ടോ. കാരണം വീട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഞാൻ നിന്നു. എന്നെ ആക്കാൻ വേണ്ടി വന്ന പോലെ അവിടെ ഇവിടെയൊക്കെ സൈഡായിക്കൊണ്ട്. അപ്പോൾ നേരെ ഞാൻ 2-3 മാങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിച്ചു. മാങ്ങ ഏകദേശം കഴിയാനായിട്ടോ. ഇനിയൊരു മാങ്ങ ജ്യൂസിൻ്റെ വീഡിയോ കാണുമെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ട് കടയിൽ നിന്ന് വാങ്ങലോടത്തിയ ഓവർ കിട്ടുന്ന ആ ഒരു ടൈം അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ട് മാങ്ങടത് നല്ല ഐസ് ക്യൂബൊക്കെ ഇട്ട് തണുപ്പിച്ച് ഓരോ ജ്യൂസ് എല്ലാവർക്കും കൊടുത്തിട്ടു. അപ്പൊ എനിക്ക് മാങ്ങല്ല കേട്ടോ, പുതിയ റംബുട്ടാനാണ്. അടുത്തത് റംബുട്ടാൻ സീസൺ ആണല്ലോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് റംബുട്ടാൻ. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ റംബുട്ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. നമ്മൾ വെറുതെ അല്ല കേട്ടോ, ക്യാഷ് തന്നിട്ട് ജസ്റ്റ് അവിടെ വന്ന് അറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ്. ക്യാഷ് തന്നിട്ട് വാങ്ങാനാണ് ഞാൻ പറയുന്നത്, ഓസിയാണെന്ന് വിചാരിക്കരുത്. റംബുട്ടാനുള്ള ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കേട്ടോ ഇൻസ്റ്റയിൽ. പക്ഷെ ഒരുപാട് ദൂരമാണ്. അപ്പോൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരാനാണ്. വന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ പറിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുണ്ട്. അതുകൊണ്ടാണ് ദൂരത്തുനിന്നൊന്നും വാങ്ങാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.